അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കോവിഡൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതിന് മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. ചെറുള്ളി അല്ലെങ്കിൽ സാമ്പാർ ഒനിയൻ എന്നൊക്കെ പറയുന്ന ചെറിയ ഉള്ളിയും പിന്നെ ചില്ലി ഫ്ലേക്സും ആണ് ഇതിന് വേണ്ടത്. ക്രഷ്ഡ് ചില്ലിയില്ലേ, അതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ അടിപൊളി റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നമുക്ക് നോക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല നിങ്ങൾ ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. വളരെ ഈസിയാണ്, അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പാചക രീതി എന്ന് നോക്കാം. നമുക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ്, കറിവേപ്പില, ചുവന്നുള്ളി ചെറുത്, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ചെറുള്ളി ക്ലീൻ ചെയ്ത് അത് ക്രഷ് ചെയ്തിട്ട് എടുക്കണം നമുക്ക്. അപ്പോൾ നമ്മളുടെ ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കണേ. അത് നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒരു മീഡിയം സൈസാക്കി, കറി കട്ടില്ല ആ ഒരു സൈസിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കുക്കിംഗ് നോക്കാം. അപ്പോൾ നമുക്കൊരു ചെറിയ മൺചട്ടി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഏലക്കായും ഗ്രാമ്പും പട്ടയും ഇട്ടൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാം. ഇതിലിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഐറ്റം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഇതിന് നല്ലൊരു ഫ്ലേവർ, അതിൻ്റെ ഒരു സ്പൈസസിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണിത്. അപ്പോൾ എന്തെങ്കിലും കുറഞ്ഞു എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില നന്നായിട്ട് ഇടുന്നത് നല്ലതാണ്. എന്തെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയായിട്ട് കറിവേപ്പില ബ്ലെൻഡായി കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ്, അത് വളരെ നല്ലതാണ് ഈ കറിക്ക്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന്. കറിവേപ്പില വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് ഒരുവിധം അങ്ങോട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ചെറുള്ളി അതിലേക്ക് ചേർക്കാം. അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റാതെ ശരിക്കും. അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ വെച്ചേക്കുന്ന ക്രഷ്ഡ് ചില്ലി ചേർക്കാം. അത് 2 ടേബിൾ സ്പൂണോളം ഉണ്ട്, 2-3 ടേബിൾ സ്പൂണ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റാം. നമുക്കിത് ശരിക്കും വഴന്ന് കിട്ടണത്, ശരിക്കും നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഒരു 5-6 മിനിറ്റ് ശരിക്കും ഒന്ന് വഴറ്റാം. അതുണ്ട് ഇപ്പോൾ ഇത് വഴന്ന് ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മളൊന്ന് കുറച്ചുകൂടി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ശരിക്കും അതൊന്ന് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട്, അതെന്താ പറഞ്ഞാൽ ഒരു വഴന്നിട്ടുള്ളൊരു ആ ചില്ലിയൊക്കെ ഒന്ന് മൂത്തിട്ടുള്ളൊരു സ്മെല്ല് വരുന്ന വരെ നമ്മളൊന്ന് വഴറ്റണം ശരിക്കും. അപ്പോൾ ഒന്നും കൂടി കുറച്ച് നേരം കൂടി ഇത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റാം. ശരിക്കും ഡ്രൈ ആയിട്ട് നന്നായിട്ട് വഴന്ന് വരെ വഴറ്റണമെങ്കിലാണ് നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റും കളറും കിട്ടുള്ളൂ.
അപ്പോൾ ശരിക്കും നമുക്ക് എന്താ പറയുക, ആ ഒരു മുളകൊക്കെ മൂത്തിട്ടുള്ളൊരു സ്മെല്ല് വരില്ലേ, ആ ഒരു പോയിൻ്റ് വരെ ശരിക്കും വഴറ്റാം. ഇതൊന്ന് വഴന്ന് ആ പാകമാവാൻ ഒരു കുറച്ച് സമയം എടുക്കും, ഒരു 5-6 മിനിറ്റ് എടുക്കും. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് അത്യാവശ്യം വഴന്ന് നല്ല ഒരുവിധം ഡ്രൈ ആയിട്ട് ആ ഒരു നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് കഴുകി ക്ലീനാക്കി വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതെല്ലായിടത്തും പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശരിക്കും മിക്സ് ചെയ്ത് അത് മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് ഉപ്പ് ചേർക്കാണ്. അത്യാവശ്യത്തിന് വേണ്ട നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാക്കാം. നമുക്കൊരു 1-2 മിനിറ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിക്കാം. ഒരു കുറച്ച് നേരം ഒരു 1-2 മിനിറ്റ് അത് ഒന്ന് സെറ്റാവുന്ന വരെ ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് വേവിക്കാം. അതൊന്ന് പാകമായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അത് ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചെറുതായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അടി പിടിക്കണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് അടിയിൽ പിടിക്കണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് അപ്പോൾ ഒന്നുകൂടി മൂടി വെച്ച് വെള്ളമൊക്കെ ഫുള്ള് ഇറങ്ങി വരാൻ പാകത്തിന് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം 5 മിനിറ്റായി നമ്മൾ മൂടി വെച്ചിട്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി, അത്യാവശ്യം ചിക്കൻ വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി അടി പിടിക്കണില്ലെന്നൊക്കെ ഉറപ്പാക്കി ഒന്ന് ശരിക്കും മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ശരിക്കും ഒന്നുകൂടി വേവാണ്ട്, ഇതിപ്പോൾ ഹാഫല്ല, ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടുന്നവരെ ഒന്നുകൂടി നമുക്ക് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ ചിക്കൻ അത്യാവശ്യമൊക്കെ വെന്തിട്ടുണ്ട്, കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇതിനിപ്പോൾ ഇങ്ങനെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കാം. ഇതിങ്ങനെ നമുക്ക് ഇളക്കി ആ ഒരു വെള്ളം ആ ഒരു ഗ്രേവിയൊക്കെ ശരിക്കും വറ്റുന്ന വരെ ഇനി നമുക്ക് ഇങ്ങനെ വേവിക്കണം. അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഈ പുരട്ടി തന്നെ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് തന്നെ നമുക്കത് വേവിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കാം. ശരിക്കും ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ ഒരു 1-2 മിനിറ്റ് എടുക്കും. അപ്പോൾ നമ്മളത് കുറച്ച് സമയം എടുത്ത് തന്നെ അത് ചെയ്യേണ്ടി വരും. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നവരെ അത് ചെയ്യാം. നമ്മളൊരു 3-4 മിനിറ്റ് ഇങ്ങനെ പുരട്ടി വേവിച്ച് കഴിയുമ്പോൾ കണ്ടത് ഏകദേശമൊക്കെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല നല്ല ഡാർക്ക് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് നല്ല ഡ്രൈ ആക്കി എടുക്കാം. നല്ല ഡ്രൈ ആക്കി എടുത്ത് ഇപ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ മസാലയും ഇതൊക്കെ പിടിച്ച് അതിൻ്റെ ഒരു നല്ലൊരു ചിക്കൻ കറിയുടെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ആ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ നമുക്ക് കൊതി ഊറുന്നൊരു സ്മെല്ലാണ് അത്. അങ്ങനത്തെ അത്ര ഒരു ആ സ്മെല്ലിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണെന്നുള്ളത്. പിന്നെ ഈ ആവശ്യം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഉപ്പും ഇതൊക്കെ ചേർക്കാൻ പറ്റിയൊരു ടൈമാണ്. ഞാൻ കുറച്ചുകൂടി ഈ കറിവേപ്പില ചേർക്കാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു മാരിനേഷൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണം, ഒരു പച്ചക്ക് കിടക്കാൻ വേണ്ടി. നമ്മൾ ആദ്യം ചേർത്ത
കറിവേപ്പിലൊക്കെ ഡ്രൈ ആയി പോയില്ല. അപ്പോൾ അത് ഒന്നുകൂടി കുറച്ചും കൂടി ഫ്രഷായിട്ട് ആ ചിക്കൻ കറിയിലേക്ക് എടുക്കാൻ വേണ്ടി ഞാൻ ഈ സമയത്ത് കുറച്ചുകൂടി കറിവേപ്പില ചേർക്കാണ്. കണ്ടപ്പോൾ ഏകദേശം അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. നല്ല നല്ല ഡ്രൈ ആയിട്ട് നല്ല സ്പൈസി ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡിയാണ്. കണ്ടോ, നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ടെക്സ്ചറും അതും ആ ഒരു ക്രഷ്ഡ് ചില്ലിയൊക്കെ കാണാൻ പറ്റും. നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പൈസി ഡ്രൈ ചിക്കൻ വിത്ത് സാമ്പാർ ഒനിയൻ ആൻഡ് ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് സെർവ് ചെയ്യാം. സ്പൈസി ചിക്കൻ കറി റെഡിയാണ്. കാണാൻ തന്നെ നല്ല ലുക്കാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. അതായത് ചില്ലി ഫ്ലെക്സ് ഒക്കെ ഇരിക്കുന്നത് തന്നെ കാണാൻ അടിപൊളിയാണ്. എൻ്റെ സാറേ ഒരു രക്ഷയില്ല, നല്ല സ്പൈസിയാണ്. ആ ചില്ലി ഫ്ലെക്സിൻ്റെ ഒക്കെ അത് ആദ്യം തന്നെ നമുക്ക് ആ കിട്ടുന്ന ഒരു ഫ്ലേവർ ചില്ലി ഫ്ലേക്സിന്റെ സ്പൈസിന്റെ വരുന്നതാണ്. അത് കൂടാതെ നമ്മൾ വെളിച്ചെണ്ണയും വേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ആ ഫ്ലേവർ ഇല്ലേ, അത് നമുക്ക് നന്നായിട്ട് ആ ഒരു പ്രത്യേക ടേസ്റ്റ് ശരിക്കും അറിയാനുണ്ട് ഇതില്. നമുക്ക് എന്താ പറയണേ, വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ചിക്കൻ കറിയാണ്. ഡ്രൈ ആണ്, നല്ല സ്പൈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ ഈ കാണുന്ന ചാനൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താം. എന്നിട്ട് അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ ഓൺ നെക്സ്റ്റ് വീഡിയോ. രക്ഷയിലാണ്.